എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ 18-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് admissions.uoc.ac.in/admission എന്നുള്ള URL വഴി ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ സീറ്റ് വാക്കൻസീസ് നൽകിയിട്ടുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് പരിശോധിക്കുക. അതുപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സിലബസ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളും നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. ഇവിടെ സീറ്റ് വാക്കൻസി കൊടുത്തിട്ടുണ്ട്. സീറ്റ് വാക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് ഓരോ കോളേജും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ഏതൊക്കെ കോഴ്സുകൾക്ക് എത്ര വീതം സീറ്റുകളാണ്, അതുപോലെ ഏത് കാറ്റഗറിയിലാണ് ആ ഒരു സീറ്റ് വാക്കൻസി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ സീറ്റ് വാക്കൻസി മനസ്സിലാക്കി കറക്റ്റായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സീറ്റ് വാക്കൻസി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ വാക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും ഈ ഒരു പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ പ്രസ് റിലീസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഫിലിയേറ്റ് കോളേജുകളിലെ സർവ്വശാല സെൻറ്ററുകളിലെ സ്വാശ്രയ കോളേജുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായി അതത് കോഴ്സിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ നിന്നും കോളേജുകൾ മെറിറ്റ് അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നതാണ്. വിശദമായിട്ടുള്ള ഷെഡ്യൂൾ സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. 15-ാം തീയതി മുതൽ 18-ാം തീയതി വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനും ഇമെയിൽ ID, അതുപോലെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പേര്, രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി എന്നിവ ഒഴികെ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നതിനായിട്ടുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ, ലഭിച്ച അലോട്ട്മെൻറ്റ് തൃപ്തരായി ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവർ ഒഴികെ എല്ലാവർക്കും ഈ ഒരു എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച സർവകലാശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തുപോയ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. 3-ാം അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് സ്ഥിര അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ഈ ഒരു ഓപ്ഷനുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് അലോട്ട്മെൻറ്റ് മുഖേന ലഭിച്ചിരുന്ന അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്. അത് യാതൊരുവിധ കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് അതുപോലെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി സപ്ലിമെൻ്ററി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുക. ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബിരുദ പ്രവേശനത്തിനായിട്ട് 310 രൂപ ലേറ്റ് ഫീയോടുകൂടി ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം 15-ാം തീയതി മുതൽ 18-ാം തീയതി വൈകിട്ട് 5 മണി വരെ ലഭ്യമാക്കിയിട്ടുണ്ട്. വെബ്സൈറ്റ് admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി പ്രസ്തുത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും അതുപോലെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. 31-ാം തീയതിക്ക് ശേഷം 31/7/2024 ശേഷം ലേറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം വീണ്ടും ലഭ്യമാക്കുന്നതായിരിക്കും. കേരള സ്റ്റേറ്റ് ആർട്സ് ഫെസ്റ്റിവൽ, NSS, NCC 70% അറ്റൻഡൻസ് ലഭിച്ച സർട്ടിഫിക്കറ്റ്, അതുപോലെ SPC, അതുപോലെ നന്മ മുദ്ര എന്നിവയിൽ +2 തലത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ വെയിറ്റേജ് മാർക്കിന് അർഹതയുണ്ടായിരിക്കുള്ളൂ. അപേക്ഷയിലെ അപാകതകൾ നിമിത്തം നിലവിലെ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നഷ്ടപ്പെടുകയും തുടർന്നുള്ള പ്രവേശന നടപടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ്. അപേക്ഷയിൽ യാതൊരു വിധത്തിലുള്ള തിരുത്തലുകളും സർവകലാശാല നേരിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.